Hi learners, welcome to I Plus Training Solutions. ഞാൻ ഭവിഷ. കേരള സെറ്റ് ഹിസ്റ്ററി 2025 ജനുവരിയിൽ നടന്നിട്ടുള്ള എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 20 ക്വസ്റ്റ്യൻസ് കൂടിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അതിൽ 10 ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. അടുത്ത 10 ക്വസ്റ്റ്യൻസ് അടുത്ത സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നതായിരിക്കും. നമ്മൾ 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഒരു കംഫർട്ടബിൾ എന്നുള്ള ലെവലിൽ 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സെഷനിലേക്ക് കടക്കാം. വൺസ് അഗെയിൻ വെൽക്കം ടു I Plus Training Solutions. നമ്മുടെ ഇന്നത്തെ സെഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ 101ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഫാൾസ് വെൻ കൺസിഡറിങ് കാൽവിനിസം? കാൽവിനിസം ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കാൽവിൻ ബിലീവ്ഡ് ദാറ്റ് സാൽവേഷൻ ക്യാൻ ഓൺലി ബി അറ്റൈൻഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. കാൽവിൻ വാസ് നോട്ട് എ ഫേറ്റലിസ്റ്റ്. Calvin had a firm faith in the Bible. Calvin gave a democratic structure of to the church. ഇതാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. ആൻസർ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് കാൽവിൻ വാസ് നോട്ട് എ ഫേറ്റലിസ്റ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാൽവിൻസിനെ വെച്ച് നോക്കുമ്പോൾ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി കാൽവിൻസ് ഫെയ്റ്റ്ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാലോ, വിധിയിൽ വിശ്വസിക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥം വരുന്നത്. ഫെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഫെയ്റ്റ്ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വിധിയിൽ വിശ്വസിക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ കാൽവിനിസത്തെ കുറിച്ചിട്ട് നമുക്ക് പറയാം. കാൽവിനിസം ഫ്രാൻസിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ജോൺ കാൽവിൻ ആണ് ഇതിന്റെ വക്താവായിട്ട് വരുന്നത്. ജനീവ ആസ്ഥാനമാക്കിയിട്ടുള്ള ഒന്നായിരുന്നു ഈ കാൽവിനിസം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ജോൺ കാൽവിൻ ആണ് കാൽവിനിസത്തിന്റെ ഫൗണ്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷന്റെ ഭാഗമായിട്ട് പല ഭാഗങ്ങളിൽ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തില് ക്രിസ്ത്യാനിറ്റി റിഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രിസ്ത്യാനിറ്റിയുടെ ഒരു റിഫോർമേഷന് വേണ്ടിയിട്ട് പല ഭാഗങ്ങളിൽ പല മൂവ്മെന്റ്സ് നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഫ്രാൻസിൽ നടന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ജോൺ കാൽവിന്റെ നേതൃത്വത്തിലുള്ള കാൽവിനിസം എന്ന് പറയുന്ന മൂവ്മെന്റ്. ജോൺ കാൽവിന്റെ ഫ്രാൻസിലെ അനുയായികളെ ഹ്യൂഗ്നോട്ടുകൾ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇദ്ദേഹത്തിന്റെ സ്കോട്ട്ലൻഡിലെ അനുയായികളെ പ്രസ്ബിറ്റേറിയൻസ് എന്നും ഇംഗ്ലണ്ടിലെ അനുയായികൾ, അതായത് ഫോളോവേഴ്സിനെ പ്യൂരിറ്റൻസ് എന്നുമാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹ്യൂഗ്നോട്ടുകൾ, അതുപോലെ പ്രിസ്ബിറ്റേറിയൻസ്, പ്യൂരിറ്റൻസ്, ഇതൊക്കെ തന്നെ കാൽവിനിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത് ഓർക്കുക. കാൽവിനിസത്തെ കുറിച്ചിട്ടും റിഫോർമേഷനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 102ാമത്തെ ചോദ്യം, ഹു വാസ് നോൺ ആസ് ദ ഫാദർ ഓഫ് റിനൈസൻസ് പെയിന്റിംഗ്? റിനൈസൻസ് പെയിന്റിങ്ങിന്റെ പിതാവായിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലിയനാർഡോ ഡാവിഞ്ചി, ജിയോട്ടോ ഡെ ബൊഡോനെ, മൈക്കൽ ആഞ്ചലോ, റാഫേൽ എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. നോക്കാം. നമ്മുടെ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ ബി, ജിയോട്ടോ ഡെ ബൊഡോനെ ആണ്. ചില വർക്കുകളിൽ ബോണ്ടോൺ എന്നും എഴുതിയിട്ടുണ്ട്. ജിയോട്ടോ ഡെ ബോണ്ടോൺ എന്നും കാണുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ പേര്. ആക്ച്വലി ഇദ്ദേഹം ഒരു ഇറ്റാലിയൻ ചിത്രകാരനാണ്. ഫാദർ ഓഫ് റിനൈസൻസ് പെയിന്റിംഗ് എന്നറിയപ്പെടുന്നത് ജിയോട്ടോ ആണ്. ജിയോട്ടോ എന്നാണ് കോമൺലി ഇദ്ദേഹം അറിയപ്പെടുന്നത്. ദെൻ ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് ഇദ്ദേഹത്തിന്റെ പ്രദേശം. ഫ്ലോറൻസ് ആണ് ഇദ്ദേഹത്തിന്റെ ഒറിജിൻ പ്ലേസ്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് ഇറ്റലിയിലെ പാദുവയിലെ അരീനാപ്പള്ളി എന്നുകൂടി അറിയപ്പെടുന്ന സ്ക്രോവേനി പള്ളിയിൽ 1305 വരച്ചു ചേർത്തിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും നോട്ടബിൾ വർക്ക് ആയിട്ട് അറിയപ്പെടുന്നത്. ചാപ്പലിന്റെ പേര് ഒന്നുകൂടി പറയാം, സ്ക്രോവേനി ചാപ്പൽ. വെർജിൻ മേരിയുടെയും അതുപോലെ ജീസസ് ക്രൈസ്റ്റിന്റെയും ജീവിതത്തിലെ രംഗങ്ങളാണ് ഈ ഒരു പിക്ചറിൽ ഇദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് ഇതാണ് ഇതിൽ ഡെപ്പിക്ട് ചെയ്യുന്ന ഒരു തീം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ വെയറബോട്ട്സിനെ കുറിച്ചിട്ടൊക്കെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒരു ഡിസ്പ്യൂട്ട്, അതായത് ഒരു തർക്ക
പരമായിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് അദ്ദേഹത്തിന്റെ ബർത്ത് ഇയർ, ബർത്ത് പ്ലേസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അദ്ദേഹത്തിന്റെ ട്രെയിനിങ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൾച്ചർ, കലാസൃഷ്ടികൾ, അതിനെയൊക്കെ കുറിച്ചിട്ടുള്ള മറ്റ് വെയർഅബൌട്ട്സും ഒക്കെ തന്നെ കുറച്ച് തർക്കപരമായിട്ടുള്ള വിഷയമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഫാദർ ഓഫ് റിനൈസൻസ് പെയിന്റിംഗ് എന്നറിയപ്പെടുന്നത് ജിയോട്ടോ ഡെ ബൊണ്ടോണയാണ്. അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഒരു ചാപ്പൽ, അതായത് സ്ക്രോവനി എന്ന് പറയുന്ന ഒരു ചാപ്പലിൽ വരച്ചിട്ടുള്ള ചിത്രമാണ്. വിശുദ്ധ കന്യാമറിയത്തിന്റെയും ജീസസിന്റെയും ചിത്രങ്ങളാണ് അതിൽ ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത്. 103ാമത്തെ ചോദ്യം, which of the following person was named by Trevelyan as the prophet of new agriculture? 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. റോബർട്ട് ബേക്ക്വെൽ, സർ ആർതർ യങ്, ലോർഡ് ടൗൺഷെഡ്, സർ റോബർട്ട് വെസ്റ്റേൺ. നമുക്ക് ആൻസർ നോക്കാം. അതായത് ചോദ്യം ഇത്രേ ഉള്ളൂ, പ്രോഫറ്റ് ഓഫ് ന്യൂ അഗ്രികൾച്ചർ എന്ന് ട്രെവെലിയൻ പറഞ്ഞിട്ടുള്ളത് താഴെ തന്നിട്ടുള്ളതിൽ ആരെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, സർ ആർതർ യങ് ആണ്. സർ ആർതർ യങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് അഗ്രികൾച്ചറിസ്റ്റ് ആണ്. ഒരു ഫാർമർ എന്നുള്ള ലെവലിൽ സക്സസ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല ഇദ്ദേഹം. എന്നാൽ അഗ്രികൾച്ചറിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് കുറെ അധികം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. 104ാമത്തെ ചോദ്യം, who among the following was known as the Madam Deficit in the history of Europe? യൂറോപ്പിന്റെ ചരിത്രത്തിൽ തന്നെ മാഡം ഡെഫിസിറ്റ് എന്നറിയപ്പെടുന്നത് താഴെ തന്നിട്ടുള്ളവരിൽ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മേരി ട്യൂഡർ, മരിയ തെരേസ, എലിസബത്ത് ഫസ്റ്റ്, മരിയ ആന്റോണിറ്റെ എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്, മരിയ ആന്റോണിറ്റെ. ഈ ഒരു ലേഡി ഫ്രാൻസിലെ ക്വീൻ ആയിരുന്നു. ഇവര് ഭയങ്കര ലാവിഷ് ആയിട്ട് പൈസ സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇവരുടെ ഈ എക്സസ് ആയിട്ടുള്ള ഈ ഒരു ലാവിഷ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ, അതായത് പൈസ അനാവശ്യമായിട്ടും ഇങ്ങനെ വളരെ ലാവിഷ് ആയിട്ടും ഇങ്ങനെ ചെലവാക്കിയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു മരിയ ആന്റോണിറ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രാൻസിലെ ക്വീൻ ആയിരുന്നു പറഞ്ഞല്ലോ. ഇവരുടെ ഹസ്ബൻഡിന്റെ പേര് കിങ് ലൂയി 16 ലൂയി 16 വൈഫായിരുന്നു മരിയ ആന്റോണിറ്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് ഫ്രാൻസില് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വരാൻ തന്നെ കാരണം ഇവരുടെ അധികമായിട്ടുള്ള ചെലവുകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മാഡം ഡെഫിസിറ്റ് എന്ന് ഇവരെന്നെ പറയാനായിട്ടുള്ള കാരണം. ഇവരുടെ അമ്മയാണ് കേട്ടോ ഈ മരിയ തെരേസ എന്ന് പറയുന്ന വ്യക്തി. അടുത്ത ചോദ്യം, 105ാമത്തെ ചോദ്യം, ദ റെവല്യൂഷൻ അസോസിയേറ്റഡ് വിത്ത് ദ ഗ്ലോറിയസ് 3 ഡേയ്സ്. ഗ്ലോറിയസ് 3 ഡേയ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെവല്യൂഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്ലോറിയസ് റെവല്യൂഷൻ, ജൂലൈ റെവല്യൂഷൻ, ഫ്രാങ്ക്ഫോർട്ട് റെവല്യൂഷൻ, അമേരിക്കൻ റെവല്യൂഷൻ. നോക്കാം. സ്വാഭാവികമായിട്ടും നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുക ചിലപ്പോൾ ഗ്ലോറിയസ് 3 ഡേയ്സ് എന്നുള്ളത്, ഗ്ലോറിയസ് എന്നുള്ള പേര് ഓപ്ഷനിൽ കിടക്കണ്ടല്ലോ, അപ്പൊ അത് തന്നെയായിരിക്കും എന്ന് വെച്ച് കറക്കി കുത്തൊന്നും വേണ്ട. നമ്മുടെ ആൻസർ ജൂലൈ റെവല്യൂഷൻ ആണ്. 1830 ഫ്രാൻസിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു റെവല്യൂഷൻ, ഒരു വിപ്ലവമായിരുന്നു ഈ ഒരു ജൂലൈ റെവല്യൂഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു ജൂലൈ റെവല്യൂഷന്റെ ഭാഗമായിട്ടാണ് ചാൾസ് 10 ഓവർത്രോൺ ചെയ്തിട്ട്, അതായത് ചാൾസ് 10 രാജാവ്, അദ്ദേഹത്തിന് ഓവർത്രോൺ ചെയ്തിട്ട് ജൂലൈ മൊണാർക്കിയുടെ അണ്ടറിൽ ലൂയി ഫിലിപ്പ് എന്നുള്ള ഒരു ഭരണാധികാരിനെ അധികാരം ഏറ്റെടുക്കുന്നത് ഈ ഒരു ജൂലൈ റെവല്യൂഷന്റെ ഭാഗമായിട്ടാണ്. നേരത്തെ പറഞ്ഞു 1830 ഈ ഒരു ജൂലൈ റെവല്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റെവല്യൂഷൻ 3 ദിവസം മാത്രമേ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. 27, 28, 29. 1930 ജൂലൈ 27, 28, 29 എന്നിങ്ങനെയുള്ള 3 ദിവസങ്ങൾ മാത്രമേ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഗ്ലോറിയസ് 3 ഡേയ്സ് എന്ന ഈ ഒരു റെവല്യൂഷന് പറയാനായിട്ടുള്ള കാരണം. 1830, 27, 28, 29 ജൂലൈ ആണ് ഈ ഒരു റെവല്യൂഷൻ നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഫ്രാൻസ് ആണ് പ്രദേശം വരുന്നത്. ചാൾസ് 10 ഓവർത്രോൺ ചെയ്തിട്ട് ലൂയിസ് ഫിലിപ്പ് അധികാരത്തിലേറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമ്മുടെ 106ാമത്തെ ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കുറേ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോ 106ാമത്തെ ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ഫസ്റ്റ് യൂറോപ്യൻ കോളനൈസേഴ്സ് ആണ്. ലിസ്റ്റ് സെക്കൻഡില് പൊസിഷൻസ് ഇൻ ദ ആഫ്രിക്കൻ കോണ്ടിനെന്റ്. ഓക്കെ,
അപ്പോൾ അതായത് ലിസ്റ്റ് ഫസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് യൂറോപ്യൻ കോളനികൾ കൈയടക്കി വെച്ചിട്ടുണ്ടായിരുന്ന യൂറോപ്യൻസിന്റെ ഒരു കൺട്രിയുടെ പേരാണ്. ലിസ്റ്റ് സെക്കൻഡിൽ കൊടുത്തിട്ടുള്ളത് ഇവര് കൈയടക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ പേരുകളാണ്. പോർച്ചുഗൽ, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി എന്നിങ്ങനെയാണ് ലിസ്റ്റ് 1 കൊടുത്തിട്ടുള്ള കോളനൈസേഴ്സിന്റെ പേരുകൾ. ലിസ്റ്റ് സെക്കൻഡില് ലിബിയ, മൊസാംബിക്, ഈജിപ്ത്, മൊറോക്കോ എന്നിങ്ങനെയാണ്. നമുക്ക് ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന കോഡുകളാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. ആ ഒരു കോഡുകൾ നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, കാണാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കോഡുകളായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഒരു സ്ലൈഡ് നോക്കിയിട്ട്, പ്രീവിയസ് സ്ലൈഡ് നോക്കിയിട്ട് ഈ കോഡുകളായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസറുകൾ വിലയിരുത്താവുന്നതാണ്. നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ നിന്ന് ആൻസർ പറയാം, നോക്കാം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്. അതായത് A2, B3, C4, D1 എന്നിങ്ങനെയാണ്. എക്സ്പ്ലനേഷനിലേക്ക് വരുമ്പോൾ ഞാനിവിടെ ഈ ഒരു സ്ലൈഡിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതായത് A2 എന്നാണ് പറയുന്നത്. എ കൊടുത്തിട്ടുള്ളത് എന്താണ്? പോർച്ചുഗൽ ആണ്. പോർച്ചുഗല് മൊസാംബിക് എന്ന് പറയുന്ന ആഫ്രിക്കൻ പ്രദേശമാണ് കീഴടക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ B3 ആണ്. ബി കൊടുത്തിട്ടുള്ളത് ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ കൈയടക്കി വെച്ചിട്ടുള്ള പ്രദേശം എന്ന് പറയുന്നത് ഈജിപ്ത് ആയിരുന്നു. ദെൻ C4 ആണ്. സി അതായത് ഫ്രാൻസ് ആണ്. ഫ്രാൻസ് കൈയടക്കി വെച്ചിട്ടുണ്ടായിരുന്ന പ്രദേശം മൊറോക്കോ ആണ്. ദെൻ അടുത്തത് ഡി ഇറ്റലി ആണ്. ഇറ്റലി കൈയടക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആഫ്രിക്കൻ പ്രദേശം ലിബിയ ആണ്. 107ാമത്തെ ചോദ്യം, ജർമ്മൻ റൂളർ ഹു സെഡ് ഗോഡ് ഹാസ് കോൾഡ് us ടു സിവിലൈസ് ദ വേൾഡ്. അതായത് ഈ വാചകം പറഞ്ഞിട്ടുള്ള ജർമ്മൻ റൂളർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗോഡ് ഹാസ് കോൾഡ് us ടു സിവിലൈസ് ദ വേൾഡ്. ലോകത്തിനെ സിവിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം ഞങ്ങളോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഡോൾഫ് ഹിറ്റ്ലർ, ബിസ്മാർക്ക്, വില്യം കൈസർ സെക്കൻഡ്, വില്യം കൈസർ ഫസ്റ്റ് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്, നോക്കാം. ആൻസർ ഓപ്ഷൻ സി, വില്യം കൈസർ സെക്കൻഡ് ആണ്. ഇദ്ദേഹം ജർമ്മനിയിലെ ഒരു മുൻ ഭരണാധികാരിയായിരുന്നു. ജർമ്മനിയിലെ അവസാനത്തെ എംപററും അതുപോലെ തന്നെ പ്രഷ്യയിൽ 1888 മുതൽ പ്രഷ്യയിലെ ഭരണാധികാരിയായിരുന്നു ഇദ്ദേഹം. 1888 മുതൽ പ്രഷ്യയിലെ അവസാനത്തെ ഭരണാധികാരിയും ഇദ്ദേഹം തന്നെയായിരുന്നു. അവസാനത്തെ രാജാവ് ഇദ്ദേഹം തന്നെയായിരുന്നു. ഇദ്ദേഹം 1918 സ്ഥാനത്യാഗം ചെയ്യാണ്. അതായത് ഇദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ഥാനത്യാഗം ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടുകൂടിയിട്ട് 300 വർഷം നീണ്ടുനിന്നിട്ടുണ്ടായിരുന്ന പ്രഷ്യയുടെ ഒരു ഭരണത്തിന്റെയും അതുപോലെ ജർമ്മൻ എംപയറിന്റെയും ഹോഹൻസോളർ ഡൈനാസ്റ്റി രാജവംശത്തിന്റെയും ഒരു അന്ത്യം മാർക്ക് ചെയ്യുന്നത് ഈ ഒരു സ്ഥാനത്യാഗത്തോട് കൂടിയിട്ടാണ്. വില്യം സെക്കൻഡ് എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. വില്യം കൈസർ സെക്കൻഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. 108ാമത്തെ ചോദ്യം ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്രോണോളജിക്കലി അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ബേസിൽ താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ സെക്കൻഡ് ബാറ്റിൽ ഓഫ് Ypres, the second battle of Ypres, the battle of Neuve Chapel, the war of Hindenburg, the battle of Somme എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. ഇതിന് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള കോഡുകളാണ് നമ്മുടെ ആൻസറിന്റെ ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത്, നോക്കാം. ഓക്കെ, നമ്മുടെ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. അതായത് 2, 1, 4, 3 എന്നിങ്ങനെയാണ് ഓപ്ഷൻസ്. ആ ഒരു അറേഞ്ച്മെന്റിലാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അതായത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് ന്യൂവെ ചാപ്പലെ എന്നുള്ളത്. അതായത് ഈ ന്യൂവെ ചാപ്പലെ എന്ന് പറയുന്ന ബാറ്റിൽ നടന്നിട്ടുള്ളത് 1915 മാർച്ച് 10, 11, 12, 13 തീയതികളിലായിട്ടാണ്. ദെൻ അടുത്തത് ഒന്നാമത്തത് ദ സെക്കൻഡ് ബാറ്റിൽ ഓഫ് യപ്രീസ് എന്നുള്ളത് ഏപ്രിൽ 22 to 25 വരെ 22, 23, 24, 25 തീയതികളിലാണ് ഈ ഒരു സെക്കൻഡ് ബാറ്റിൽ ഓഫ് യപ്രീസ് നടന്നിട്ടുള്ളത് 1915 തന്നെ. അടുത്തത് നാലാമത്തേതാണ് ബാറ്റിൽ ഓഫ് സോമിൻ എന്ന് പറയുന്നത് ജൂലൈ 1 മുതൽ നവംബർ 18 വരെ 1916 ആണ് ഇയർ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇയർ ആണ് കേട്ടോ. ജൂലൈ 1 മുതൽ നവംബർ 18 വരെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു യുദ്ധമായിരുന്നു ബാറ്റിൽ ഓഫ് സോമിൻ എന്ന് പറയുന്നത്. അടുത്തത് ദ വാർ ഓഫ് ഹിൻഡൻബർഗ് എന്നുള്ളതാണ്.
1917 ആണ് ഇതിന്റെ ഒരു ഇയർ വരുന്നത്, 1917. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ കറക്റ്റ് ക്രൊണോളജിക്കൽ അറേഞ്ച്മെന്റ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഓരോ ഇവന്റുകൾ പഠിക്കുമ്പോൾ അതിന്റെ കറക്റ്റ് ഡേറ്റ് നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക, ഡേറ്റ് പ്ലേസ് ഓർമ്മയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കണ്ടമാനം വരും. നമ്മൾ ഈ ഒരു സെഷനിൽ തന്നെ ധാരാളം ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കണ്ടതാണ് അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടൻസ് ഇത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 109ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ഇൻകറക്റ്റ് വെൻ കൺസിഡറിംഗ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബെനിറ്റോ മുസോളിനി ഇൻ ഇറ്റലി? ഇറ്റലിയിലെ മുസോളിനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് തെറ്റായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതായത് ഓരോ കാറ്റഗറൈസേഷൻ ആണ് കേട്ടോ ഈ 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ LP, UP, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തില്ലേ. അതായത് 1 to 4 വരെ LPയിൽ, 5 to 7 വരെ UP, 8 to അങ്ങനെ പറയില്ലേ. അപ്പൊ അതുപോലെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഈ പറയുന്നത്. ആദ്യത്തേത് ഓപ്ഷൻ എ പറയുന്നത് പ്രീ ബാലില ഫോർ ബോയ്സ് ലെസ് ദാൻ 8 years. B ബാലില ഫോർ ബോയ്സ് ഓഫ് ദ ഏജസ് ഓഫ് 8 to 14. Then അടുത്തത് Avanguardia for girls less than 14 years. Then option D Giovanni Fascist. Young men of 18 years had been admitted for 3 years of training. Okay, അപ്പോൾ ഇറ്റാലിയൻ ടേംസ് ആണ്, പ്രൊനൗൺസിയേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതായത് ഞാൻ പഠിച്ച ഒരു പ്രൊനൗൺസിയേഷൻ ആയിരിക്കില്ല മേ ബി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കതിന്റെ ആൻസർ എന്തായാലും നോക്കാം. നെക്സ്റ്റ് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അവാൻഗ്വാർഡിയ ഫോർ ഗേൾസ് ലെസ് ദാൻ 14 years എന്നാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ശരിക്കും അതല്ല അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത്. അവാൻഗ്വാർഡിയ എന്ന് പറയുന്നത് ഫോർ ബോയ്സ് ഏജ്ഡ് 14 to 18, അതായത് 14നും 18നും ഇടയിലുള്ള ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു അവാൻഗ്വാർഡിയ എന്ന് പറയുന്നത്. ഗേൾസിന് വേണ്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് പിക്കോലെ ഇറ്റാലിയൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആയിരുന്നു. ഗേൾസ് ഏജ്ഡ് 8 to 13. ദെൻ ജിയോവനി ഇറ്റാലിയൻ എന്ന് പറയുന്നത് ഫോർ ഗേൾസ് ഏജ്ഡ് 14 to 17. നമ്മുടെ ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 110ാമത്തെ ചോദ്യം. ഐഡന്റിഫൈ ദ സിറ്റി ദാറ്റ് വിറ്റ്നസ്ഡ് ദ വേൾഡ് കോൺഗ്രസ് ഓഫ് ഇന്റലക്ച്വൽസ് ഇൻ ഡിഫൻസ് ഓഫ് പീസ് ഇൻ ഓഗസ്റ്റ് 1948. അതായത് 1948 ഓഗസ്റ്റിൽ നടന്നിട്ടുണ്ടായിരുന്ന വേൾഡ് കോൺഗ്രസ് ഓഫ് ഇന്റലക്ച്വൽസ് ഇൻ ഡിഫൻസ് പീസ്, അതിന്റെ വേദിയായിട്ടുണ്ടായിരുന്ന നഗരം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാഴ്സ, വ്രോക്ലോ, വിയന്ന, പാരീസ് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ ബി വ്രോക്ലോ ആണ്. ഓഗസ്റ്റ് 25th to 28th വരെയാണ് 1948 ഈ ഒരു ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. പോളിഷ് അതോറിറ്റീസും അതുപോലെ സോവിയറ്റ് യൂണിയനും വേൾഡ് വാർ സെക്കൻഡിന് ശേഷം നടത്തിയിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു ഈ ഒരു വേൾഡ് കോൺഗ്രസ് ഓഫ് ഇന്റലക്ച്വൽസ് ഇൻ ഡിഫൻസ് ഓഫ് പീസ് എന്ന് പറയുന്നത്. അമേരിക്കൻ ഇംപീരിയലിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു റാലി സംഘടിപ്പിക്കണം എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു എയിം ആയിട്ട് പറയുന്നത്. പെയിന്റർ പാബ്ലോ പിക്കാസോ ഈ ഒരു കോൺഗ്രസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒരു നോട്ടബിൾ ഒരു ഇൻസിഡന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പാബ്ലോ പിക്കാസോ ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു കോൺഗ്രസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് എടുത്തത്. ഈ 10 ക്വസ്റ്റ്യൻസും അതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷനും ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ വിത്ത് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ. ചെറുത് എന്നെടുത്ത് പറയാനായിട്ടുള്ള കാരണം നമ്മൾ നമ്മുടെ നോട്ടിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ക്ലാസ് ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്ത് പോയിട്ടുള്ളതാണ് നമ്മുടെ നോട്ടിൽ. എന്നാൽ ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോട്ടിൽ കവർ ചെയ്യാത്തതുള്ളൂ. അത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇത്തരത്തിലുള്ള എക്സ്പ്ലനേഷനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. എന്തായാലും ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ നിങ്ങൾ എന്തായാലും പഠിക്കുക. നമ്മൾ PYQ നമ്മുടെ സെറ്റ് എക്സാമിനേഷന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. PYQ എന്നൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ചോദിച്ചു കാണാം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും. അപ്പോൾ PYQസിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക.
അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും എഫക്റ്റീവായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത 10 ക്വസ്റ്റ്യൻസോട് കൂടിയിട്ട് നമ്മളുടെ ഈ ഒരു സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ താങ്ക് യു.